عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله كفى والصلاة والسلام على أشرف المصطفى وعلى آله الفائزين الشرفاء ما بعد. അധ്യക്ഷൻ പ്രിയപ്പെട്ട കുഞ്ഞാമ്പാക്കു, സ്വാഗത ഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട മുൻസമിൽക്ക, പ്രൗഢമായ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ഇവിടെ പ്രാർത്ഥന നിർവഹിക്കുന്ന എൻ്റെ സഹപാഠി പ്രിയപ്പെട്ട PMS ശിഹാബുദ്ദീൻ തങ്ങൾ, മറ്റു അബ്ദുൽ ഉസ്താദ് ഇസ്വാജി ഉൾപ്പെടെയുള്ളവരെ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒത്തുകൂടിയ വിശ്വാസികളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പണ്ഡിതൻ്റെ മരണം അത് ലോകത്തിൻ്റെ മരണമാണ് എന്ന് നാം പലപ്പോഴും പല വാഴ്ചകളിലും കേട്ടതാണ്. മഹാനായ ഹസൻ ബസരി റഹ്മഹുല്ല പറഞ്ഞു, ഒരു പണ്ഡിതൻ ലോകത്തോട് വിട പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ ഒരു വിടവുണ്ടാകും. നമ്മൾ സാധാരണ പലരും മരണപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് പൊതുരംഗത്തുള്ളവരൊക്കെ മരണപ്പെടുമ്പോൾ ഇതുപോലെ അനുസ്മരണങ്ങളിൽ പറയപ്പെടുന്നൊരു വാക്കാണ് നികത്താനാവാത്ത നഷ്ടം, അല്ലെങ്കിൽ നികത്താനാവാത്ത വിടവ് എന്നൊക്കെ പറയാറുണ്ട്. അതേറ്റവും കൂടുതൽ യോജിക്കുന്നത് പണ്ഡിതൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എന്ന് ഹസൻ ബസരി തങ്ങളുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നു, പണ്ഡിതൻ മരണപ്പെടുമ്പോൾ പരിശുദ്ധ ദീനിൽ അതൊരു വലിയ വിടവ് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യസുദ്ദുഹാ ശൈഉൻ മഖ്തലഫൽ ലയാലി വൽ അയ്യാം. ദിനരാത്രങ്ങൾ മാറി മറിഞ്ഞു വന്നാലും, രാവും പകലും ദിനങ്ങളും ആഴ്ചകളും മാറി മറിഞ്ഞു വന്നാലും ആ വിടവിനെ നികത്താൻ പിന്നെ ഒന്നുകൊണ്ടും സാധ്യമല്ല. അതുമാത്രമല്ല, അവസാന കാലം വരുമ്പോൾ ഇൽമിനെ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞിടത്തും മഹത്തുക്കൾ പറഞ്ഞു, ഒറ്റയടിക്ക് ഇൽമിനെ അല്ലാഹു ഉയർത്തുകയല്ല, വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാരെ പിടിക്കലിലൂടെ, അഥവാ അവരുടെ റൂഹിനെ പിടിക്കലിലൂടെ അങ്ങനെയാണ് അല്ലാഹു ദുനിയാവിൽ നിന്ന് ഇൽമ ഇല്ലാതെയാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്ന് നമുക്ക് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധ്യമാണ്. ഹദീസിൽ തന്നെ അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഓതാൻ ഇറങ്ങുന്നത് 1998 അന്ന് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി നിന്ന് അല്പം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ വെട്ടുകാട് ജുമാ മസ്ജിദിലാണ് ഓത്ത് ആരംഭിക്കുന്നത്. ഞാൻ ദർസിൽ ചേർന്നത് മുതൽ, അല്ലെങ്കിൽ ദർസിനെ കുറിച്ചും ദർസി മേഖലയെക്കുറിച്ചും അറിഞ്ഞ അക്കാലം മുതൽ കേട്ടിരുന്ന ഒരു നാമമായിരുന്നു ചെറുകര ഉസ്താദ് എന്ന്. അസ്കർ ഉസ്താദ് എന്നോ അല്ലെങ്കിൽ അസ്കർ മുസ്ലിയാരോ എന്നല്ല, ചെറുകര ഉസ്താദ് എന്ന് കേൾക്കാറുണ്ട്. പിന്നീട് അവിടുത്തെ പഠനവും, മറ്റൊരു സ്ഥലത്തെ 6.5 വർഷത്തെ പഠനവും, അതിനുശേഷം 2 വർഷം കോളേജും, പിന്നീട് ഒരിടത്ത് 6 വർഷവും മറ്റൊരിടത്ത് 8 വർഷവും ഖതീബായി സേവനം ചെയ്ത്, പിന്നെ നിങ്ങളുടെ പ്രദേശത്ത് ചാർജ് എടുത്തിട്ട് ഒരു വെള്ളിയാഴ്ചയിലാണ് ഓതാനിറങ്ങിയ അന്ന് കേട്ട ആ നാമം, അഥവാ ചെറുകര ഉസ്താദ് എന്ന ആ പണ്ഡിതവര്യനെ നേരിൽ കാണുന്നത് ഇവിടെ സേവനം തുടങ്ങിയിട്ടുള്ള ആ വെള്ളിയാഴ്ച അദ്ദേഹത്തെ കണ്ടപ്പോഴാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കാൻ എന്നെക്കാളേറെ അദ്ദേഹവുമായി അടുത്തിടപഴകിയ ഒരുപാട് ശിഷ്യഗണങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഏറ്റവും വലിയ തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത് ഇൽമിൻ്റെ മേഖലയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. മറ്റൊന്ന്, 6 പതിറ്റാണ്ട് കാലം ഒരു മഹല്ലത്തിൽ ജോലി ചെയ്യാൻ സാധ്യമാകുക എന്നതും അതൊരു വലിയ നന്മ തന്നെയാണ്.
കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാനായ കാളമ്പാടി ഉസ്താദ് അല്ലാഹു മഗ്ഫിർ ലഹു പറയാറുണ്ട്, മുമ്പുള്ള ആളുകളൊക്കെ കുട്ടികളെ മരിച്ചിട്ടാണ് പിരിയാറുള്ളത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സമാനമായിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മരിച്ചിട്ടും പിരിയാതെ, നേരത്തെ ഇവിടെ സെക്രട്ടറി അറിയിച്ചതുപോലെ ആ മഹല്ലത്തുകാർ എല്ലാവിധ ബഹുമാനാദരവുകളോടുകൂടെ ആ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് കട്ടവിരിച്ച സ്ഥലം അത് പൊട്ടിച്ചെടുത്ത് അവിടെ തന്നെ കയറി ചെല്ലുന്ന അതേ സ്ഥലത്ത് തന്നെ ഉസ്താദ് അവർക്ക് അന്തിയുറങ്ങാനുള്ള ഇടം അവർ ഒരുക്കി. ഞാൻ സൂചിപ്പിച്ചത് ഇൽമിന് വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ. ഇന്നലെ വഫാത്തിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ എൻ്റെ നാടിൻ്റെ ഏകദേശം അടുത്തുള്ളൊരു പ്രദേശമാണ് ഉസ്താദ് വളരെ മുമ്പ് സേവനം ചെയ്ത നാട്യമംഗലം മഹൽ. എന്നോട് തന്നെ ഉസ്താദ് അത് അവിടുത്തെ പഴയകാല കഥകളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അവരും ഉസ്താദിനെ കുറിച്ചുള്ള കുറിപ്പുകളൊക്കെ ആ നാട്ടുകാർ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചത് വായിച്ചെടുക്കാൻ സാധിക്കുകയുണ്ടായി. ദർസും അതുമായി ബന്ധപ്പെട്ട മേഖലകളിലും നിതാന്ത ജാഗ്രത പുലർത്താൻ അദ്ദേഹത്തിന് സാധ്യമായി. അദ്ദേഹത്തിന് ഒരുപാട് അധ്യാപകനെക്കുറിച്ച് ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഗുരുനാഥനെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഒരുപാട് പറയാനുണ്ടാകും. എന്നാൽ ശിഷ്യന്മാരും അല്ലാത്തവരും പറയുന്നൊരു സംഗതി ഉസ്താദിൻ്റെ ഹിഫ്ലിനെ കുറിച്ചായിരുന്നു. ഷഅബാനിൽ ദർസ് നിർത്തി കുട്ടികളൊക്കെ പോയാൽ പിന്നീട് 6 നോമ്പ് കഴിഞ്ഞ് ദർസ് തുറന്നാൽ കുട്ടികൾ ദർസിലൊക്കെ പാഠഭാഗങ്ങൾ ഉസ്താദിന് വായിച്ചു കൊടുക്കണമെങ്കിൽ എവിടെയാണ് നിർത്തിയതെന്ന് ഉസ്താദുമാർ ചോദിക്കും. മിക്ക കുട്ടികൾക്കും എവിടെയാണ് പാഠഭാഗം നിർത്തിയത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം ദർസ് നിർത്തി 2 മാസത്തിനോടൊക്കെ ബന്ധം വിട്ട് അങ്ങനെ സഞ്ചരിച്ചു വന്നു. പക്ഷേ എല്ലാ കിതാബും ഏതെങ്കിലും ഒരു കിതാബല്ല. ഫിഖ്ഹാണെങ്കിലും ഹദീസാണെങ്കിലും മഅഖൂലാത്താണെങ്കിലും ഏത് കിതാബാണെങ്കിലും എവിടെയാണ് ഷഅബാൻ നിർത്തിയത് എന്ന് അസ്കർ ഉസ്താദിന് കൃത്യമായ ഹിഫ്ള് ഉണ്ടായിരുന്നു എന്നത് ശിഷ്യന്മാർ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചു, ഫൈസി, അതേക്കുറിച്ച് പലതും ഞാൻ കേട്ടു, ഏറ്റവും ഭയങ്കര ഹിഫ്ളാണത്രേ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് ആ സുഹൃത്തും എന്നോട് പറഞ്ഞത് ഈ സമയത്ത് പുറത്തെടുക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത്തരത്തിൽ വിജ്ഞാന പ്രചരണ രംഗത്ത് വലിയ സേവനം ചെയ്യാൻ മഹാനായ ഉസ്താദ് അവർക്ക് സാധ്യമായി. അതിൻ്റെ അള്ളാഹു നൽകുന്ന ഒരു സ്വീകാര്യതയാണെങ്കിൽ സ്വീകരിച്ചു. ഉസ്താദ് പലപ്പോഴും ദ്വാരക്കാൻ പറയുമ്പോൾ ഒരു കാര്യവും പറയാറില്ല, ചെയ്യുന്നതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്നാണ്. ഏറ്റവും അവസാനം കണ്ടത് ഹോസ്പിറ്റലിലാണെങ്കിൽ, അന്ന് തീരെ ബോധമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, അതിൻ്റെ തൊട്ട് മുമ്പ് വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെറിഞ്ഞു കിടന്ന് ഞാൻ ആ ഭാഗത്ത് പോയി സലാം പറഞ്ഞ് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായതൊക്കെ കൃത്യമായി പ്രതികരിച്ചു. അപ്പോഴും പറഞ്ഞത്, എനിക്ക് സംസാരിക്കാൻ കൂടുതൽ കഴിയില്ല, പ്രയാസമുണ്ട്, നിങ്ങളൊക്കെ ഞാൻ ചെയ്തതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയോടുകൂടെ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ വാക്കും അതുതന്നെയാണ്. ഏതായിരുന്നാലും ആ സ്വീകാര്യതയുടെ അടയാളമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ ഇന്ന് മറവ് ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് ആസ്ഥാനത്താകും. മറവ് ചെയ്തതിൻ്റെ ശേഷവും അവിടെ സുകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ, ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ, നാട്ടിൽ പോയതിന് ശേഷമാണ് മരണം പറഞ്ഞത്. സമയം അല്പം വൈകി 1 മണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അപ്പോഴും അവിടെ ഖുർആൻ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ദുആ കഴിഞ്ഞ് പോരുന്ന ആ സമയത്തും 2 ട്രാവലറിൽ ഒരു ഉസ്താദും ശിഷ്യഗണങ്ങളും അവിടെ വന്നു ദുആ ചെയ്തു. അതിനുശേഷം പിന്നെ നാദാപുരത്തൊരു ടീം വന്നു. ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണ്. ഇങ്ങനെ നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്ന്, എറണാകുളം ഭാഗത്തുനിന്നും മറ്റു ഇതര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ വന്നു. ഇന്നും ചെറുകരയിലെ അനൗൺസ്മെൻറ്റ് നമ്മൾ കേട്ടു, ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. ആ ട്രെയിനിലുള്ളവരും ഇവിടെ മൈതസ്കരിക്കേണ്ട കൂട്ടത്തിലുണ്ട്, അവരെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് അവിടെ ചെറുകര പോയവരൊക്കെ അനൗൺസ്മെൻറ്റ് കേട്ടവരാണ്. അപ്പോൾ ചെയ്ത സേവനങ്ങളുടെ സ്വീകാര്യത അത് നമുക്ക് കൂടി ഒരു അടയാളമാക്കാൻ പറ്റാവുന്ന തരത്തിൽ ഏറ്റവും വലിയ ഒരുപാട് സുകർമ്മങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ധാരാളം ആളുകൾ നിർവഹിച്ചു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ഉസ്താദ് പറയുന്നത് പോലെ ഉസ്താദ് നിർവഹിച്ച, പ്രത്യേകിച്ച് ഇൽമിന് വേണ്ടി നിർവഹിച്ച മുഴുവൻ സേവനങ്ങളും അള്ളാഹു
ഖബൂൽ ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെയൊക്കെ സവാബ് ഖബർ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഖബർ ജീവിതം നയിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹലിൻ്റെ പ്രസിഡന്റായി, ജനറൽ സെക്രട്ടറിയായി ഒക്കെ ഈ നാടിനു വേണ്ടി ചെയ്ത ഖിദ്മത്തുകളൊക്കെ ഖബൂൽ ചെയ്യുകയും എല്ലാത്തിൻ്റെയും സവാബ് അള്ളാഹു സമ്പൂർണ്ണമാക്കി ഖബറിൽ അനുഭവിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്താൽ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയി എന്നിവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തേണ്ടത്, വീട്ടിലെ മൗലിദ് മഗ്‌രിബിൻ്റെ ശേഷമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം, ആ കൂട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.